പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം മ്യൂസിയത്താണ്. അവധി ടൈം ആയതിനെ കൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഒരുപാട് സന്ദർശകർ നമ്മുടെ മ്യൂസിയത്തുണ്ട്. അപ്പോൾ മ്യൂസിയത്തുള്ള അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ആർച്ച് ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇത് ട്രിവാൻഡ്രം മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറുന്ന സംഭവമാണെന്ന്. വണ്ടികളൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ അങ്ങനെ നിറഞ്ഞു കിടക്കുക, സ്ഥലമില്ലെന്ന് തോന്നുന്നു വണ്ടിയൊന്നും ഇടാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി നല്ല വൃത്തിയായിട്ട് ഒരു സംഭവം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുപ്പികളൊക്കെ ഇതിനകത്തുണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റിക്ക് മറ്റൊരു വൈറ്റ് സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ ഈ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലുള്ള ഷോപ്പുകളൊക്കെ നല്ല തിരക്കിലാണ്. ഒരാളിങ്ങനെ പച്ച മാങ്ങ അരിഞ്ഞിട്ടുകൊണ്ടിരിക്കുക. പൈനാപ്പിള്, തണ്ണിമത്തൻ, മാങ്ങ ഉപ്പിലിട്ടത്, കാരയ്ക്ക ഉപ്പിലിട്ടത്, ചെറിയ നെല്ലിക്ക, ഇതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ മുന്നിൽ നിന്നും വീണ്ടും അകത്തോട്ട് കയറുവാണ്. നേരെ അക്വേറിയത്തിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഒരു സംഭവം ശ്രീ ചിത്തിര തിരുനാൾ സ്മാരകമാണ്. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. അപ്പോൾ അങ്ങോട്ട് പോയി ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മളിതാ ഇതിൻ്റെ അകത്താണ് കയറാൻ പോകുന്നത്. അക്വേറിയത്തിനകത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. കണിക്കൊന്നും ഇങ്ങനെ പൂത്ത് കിടക്കട്ടോ. എത്ര അടിപൊളി കാഴ്ചയാണെന്ന് പറയാം. അങ്ങനെ എന്താ വൈബല്ലേ. അപ്പോൾ ഇതാണ് അക്വേറിയത്തിനകത്തോട്ട് കയറാനുള്ള ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ ആളെ കാണാനില്ല. ഇവിടെ അക്വേറിയത്തിൻ്റെ ടിക്കറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ മരത്തിൻ്റെ വണ്ണം കണ്ട എന്തൊരു വണ്ണമല്ലേ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു 100-150 കൊല്ലം പഴക്കം വരുമായിരിക്കും. നമ്മതിരി വണ്ണം. ഇതാണ് നമ്മൾ അക്വേറിയത്തിനകത്തോട്ട് കയറുമ്പോൾ എടുക്കുന്ന ടിക്കറ്റ് 20 രൂപ. അങ്ങനെ ഞാൻ അക്വേറിയത്തിൻ്റെ അകത്തോട്ട് കയറുക. ടിക്കറ്റ് ഇവിടെ കൊടുത്ത് ചെക്ക് ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ. ഫ്രണ്ടിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഒരു മീനിൻ്റെ വാല്, അതിൻ്റെ തല ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കൊരുത്ത് വെച്ചിരിക്കുന്നതൊക്കെ. ഇതൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള സംഭവങ്ങളാണ്. പ്രത്യേകിച്ചൊന്നും ഇപ്പോൾ ഈ അടുത്തായിട്ടൊന്നും വന്നിട്ടില്ല. ഗ്ലാസ്സിൽ കൈവെക്കാൻ പാടില്ല. നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങോട്ട് പോകണമെന്നാണ്, ഇടത്തോട്ട് പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു കുടത്തിലിങ്ങനെ വെള്ളം ഇരുന്ന് തിളയ്ക്കുന്നതാണ് കേട്ടോ. ഇവിടെ മറ്റൊരു സംഭവമുണ്ട്, ടെക്സാസ് ഫിഷ് എന്ന് പറഞ്ഞൊരു സാധനം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. കാരണം നമ്മൾ തീരെ ഈ ഒരു സംഭവമായിട്ട് വലിയ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അറിയത്തില്ല.
പ്രത്യേക പേരുള്ള ഒരു ഫിഷാട്ടോ. കമ്പുട്ടോ കോയി എന്നാണ് ഇതിൻ്റെ പേര്. എന്തെല്ലാം വെറൈറ്റി പേരുകളല്ലേ. അപ്പോൾ കുറച്ചേരം ഇതിനെ ഒന്ന് വാച്ച് ചെയ്യാം. ഇതിന് അടിയിലൊന്നും കാണാനില്ല, മുകളിലാണ് പോയി നിൽക്കുന്നത് കേട്ടോ. ഈ മീനുകൾ നീന്തുമ്പോൾ അതിൻ്റെ കൂടെ പിടിക്കണവർ ഭയങ്കര പാടാട്ടോ. ഇതിലുള്ള എല്ലാ ടീമുകളും മുകളിൽ പോയി നിൽക്കുകയാണ്. ആദ്യം ഇതിൻ്റെ പേരെന്താന്ന് നോക്കാം. ഓ, പിരാന മത്സ്യമാണ് കേട്ടോ. പാക്കു, നമ്മളെ മലയാളത്തിൽ പിരാന എന്ന് പറയുന്ന സാധനമാണ്. ശരിക്കും ഈ ഗ്ലാസിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? അതൊന്ന് ക്ലീൻ ചെയ്യാൻ പോലും അറിയില്ലേ, അല്ലെങ്കിൽ സ്ക്രാച്ചായി പോയതാണോ? മൊത്തം ബ്ലറായിട്ടിരിക്കുകയാണ് കേട്ടോ. ആള് സ്വല്പം വൃത്തിയുള്ള ടീമാന്ന് തോന്നുന്നു കേട്ടോ. മണ്ണ് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇതുണ്ടോ സൈഡിലോട്ട് കൊണ്ടിടുക. ഓക്കെ, ആ സൈഡിലെ മണ്ണ് മൊത്തം സൈഡിൽ കൊണ്ടിടുകയാണ്. ഭയങ്കര നേരെ കേട്ടോ. മൊത്തം വായിലിങ്ങനെ എടുത്തിട്ട് കൊണ്ടുവരുന്നു തട്ടി. പുഴയുടെ അടിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ട് കേട്ടോ. വളരെ നാച്ചുറലായിട്ടാണ് ഈ മീൻ ഇവിടെ കിടക്കുന്നത്. ഇവിടെ ചെറിയ കൂട്ടിനകത്ത് നല്ല അടിപൊളി സൂപ്പർ ഫിഷ് ആട്ടോ. മിസ് കേരള എന്നാണ് ഈ ഫിഷിൻ്റെ പേര്. എന്തൊക്കെ പേരാ അല്ലേ.
അത്യാവശ്യം ഇതിനകത്ത് നല്ല തിരക്കുണ്ട് കേട്ടോ, ആൾക്കാരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ പറയുന്നത് ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അക്വേറിയമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നോക്കാം. എനിക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുന്നില്ല. എന്നാലും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ഓരോ മത്സ്യങ്ങളും കാണുന്ന കൂട്ടിൽ പേരൊന്നും കാണാനില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലിഗേറ്റർ ഗാർഡ് എന്ന് പറയുന്ന, അറിയാമല്ലോ ഈ ഫിഷ് എല്ലാവരും കണ്ടു കാണല്ലോ, അതിൻ്റെ മുന്നിലാണ്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ വളരെ ഭീകരമായിട്ടുള്ളൊരു മുതലര മുഖം കണക്കാണ് ഇരിക്കുന്നത്. ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. 2 എണ്ണം ഉണ്ട്, മെയിലും ഫീമെയിലും ആയിരിക്കും. ഇതിൻ്റെ അകത്തെ ഗ്ലാസ്സുകളൊക്കെ പായൽ പിടിച്ച് നശിച്ചു കേട്ടോ. കറക്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തെങ്കിൽ അടിപൊളിയായേ. ഈ ഫിഷിനെയൊക്കെ അടുത്ത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ഗ്ലാമറാന്ന് അറിയോ, ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് അടിപൊളിയാട്ടോ. ഇതൊക്കെ വീട്ടിൽ ഫിഷ് ടാങ്കിനകത്തിട്ട് വളർത്തണം. അത്രയ്ക്ക് അടിപൊളി സംഭവങ്ങളാട്ടോ. എന്തെല്ലാം വെറൈറ്റിയിലാണ് ഇവിടെ ഓരോ ഫിഷിനെ കാണുന്നത്. ഇത് പല കളറുകളാണ്.
എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ വീട്ടിൽ ഓറഞ്ചുണ്ട്, പക്ഷേ അത് കഴിക്കുന്നില്ല. പുറത്ത് കിടക്കുന്നത് ഇതൊക്കെ ഫോട്ടോ. കഴിച്ചിട്ടില്ല. ഞാൻ അതൊന്ന് തള്ളയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് കണ്ട് പതുക്കെ വന്നപ്പോൾ ടൈം പോയത് അറിഞ്ഞില്ല. വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പെട്ടെന്ന് കയറി കാണാനാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല, കാരണം അത്ര വലിയ ഒരുപാട് സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ അങ്ങനെ കണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വന്നിരിക്കുന്നത് വൈറ്റ് ടൈഗർ ഷാർക്കുണ്ട് കേട്ടോ. അതിനെ ഒന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാം. ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് പായൽ പിടിച്ചിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. അതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. വന്ന് നേരിട്ട് കണ്ടാൽ പോലും നമുക്കൊരു ഫീല് തോന്നത്തില്ല. ആ ഗ്ലാസ് ഇത്തിരി കൂടെ അടിപൊളിയായിരുന്നു. ഇതൊക്കെ എന്തോ ഫീൽ വരുമെന്ന് അറിയാം. ലൈറ്റും കുറവാണെന്ന് തോന്നുന്നു.
അങ്ങനെ ഞാൻ കണ്ട് റൗണ്ട് ചെയ്ത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വിശേഷങ്ങൾ. ഒരുപാട് വെറൈറ്റികളിൽ പെട്ട ഫിഷുകൾ ഇതിനകത്തുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ അതിനകത്ത് കയറിയിട്ടുള്ളത്. ഇതുണ്ടോ, ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് വരിക. ഞാൻ കയറിയ ടൈമിലുള്ള ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാനും കണ്ടിട്ട് തിരിച്ചിറങ്ങുവാണ്.